ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൻ നാസിലെ മിനൽ ജിന്നത്തി വന്നാസ് അവസാനത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട. അപ്പം മിനൽ ജിന്നത്തി വന്നാസ് എന്ന ജിന്ന് വർഗത്തെക്കുറിച്ചുള്ള ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള അറിവ് നമുക്ക് അനിവാര്യമാണ്, നിർബന്ധമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് അങ്ങോട്ട് കാണാൻ കഴിയാത്ത, എന്നാൽ നമ്മളെ അവർ ഇങ്ങോട്ട് കാണും എന്ന് അള്ളാഹു പറഞ്ഞൊരു വർഗമാണ് ജിന്ന് വർഗം. എന്ന് മാത്രമല്ല, ജിന്ന് വർഗത്തിലെ ശൈത്താന്മാർ, ജിന്ന് വർഗത്തിൽ നല്ലവരുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, അതല്ലാത്തവരും ജിന്ന് വർഗത്തിലുണ്ട്. അപ്പൊ ജിന്ന് വർഗത്തിലെ ഒരു വ്യക്തിയാണ് ആര്? ഇബ്ലീസ്. ജിന്ന് വർഗത്തിലെ ഒരു ജിന്നിന്റെ പേരാണ് ഇബ്ലീസ്. കാന മിനൽ ജിന്നി. സൂറത്ത് അൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞു, ഇബ്ലീസ് കാന മിനൽ ജിന്നി. ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. അപ്പോൾ ജിന്നുകൾ ജനിക്കുന്നു, മരിക്കുന്നു, ഗോത്രങ്ങളുണ്ട്, അവർക്ക് കുടുംബങ്ങളുണ്ട്, ശാരീരിക ബന്ധങ്ങൾ നടക്കുന്നുണ്ട്, മക്കൾ ജനിക്കുന്നുണ്ട്. അങ്ങനെ ഖുർആനും സുന്നത്തും എന്തെല്ലാം പറഞ്ഞു അത് മുഴുവനും ജിന്നുകളെ പറ്റി വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതിൽ ഇബ്ലീസ് എന്ന ജിന്നിന് അല്ലാഹു തആല മറ്റ് ജിന്നുകളിൽ നിന്ന് ഒരു വ്യത്യസ്തത കൊടുത്തിട്ടുണ്ട്. അതെന്താ? ഇബ്ലീസ് എന്ന ജിന്ന് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ഖിയാമത്ത് നാൾ വരെ ആയുസ് നീട്ടിക്കൊടുത്ത ഒരു ജിന്നിന്റെ പേരാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ സന്താനങ്ങൾ, ഇബ്ലീസിന് ജനിക്കുന്ന സന്താനങ്ങളൊക്കെ ശൈത്താന്മാരാണ്. ഇബ്ലീസിന്റെ ദുർരിയത്ത്, അതാണ് ഇബ്ലീസിന്റെ ദുർരിയ. അഫതത്തഖിദൂനഹു വദുർരിയതഹു മിൻ ദൂനി ഔലിയാ എന്നുള്ള ചോദിച്ച സൂറത്ത് അൽ കഹ്ഫിലായത്ത്. ഇബ്ലീസിന്റെ കബീല, ഗോത്രം, അത് ശൈത്താന്മാരാണ്. ഇബ്ലീസിന്റെ ജുനൂദ്, സൈന്യം, ആ സൈന്യത്തിൽ കുതിരാളിപ്പടയും കാലാളിപ്പടയുമുണ്ട്. ആ സൈന്യം, ജുനൂദ്, അത് ശൈത്താന്മാരാണ്. ഇബ്ലീസിന്റെ ഹിസ്ബ്, ഇബ്ലീസിന്റെ ഒരു പാർട്ടി ഉണ്ട്, ആ ഹിസ്ബ് ശൈത്താന്മാരാണ്. ഇതൊക്കെ വർഗം ഏതാണ്? ജിന്നാണ്, ജിന്ന് വർഗമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമുക്ക്, പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾക്ക് ഒരു വലിയ പരീക്ഷണമാണ് ആര്? ജിന്ന് വർഗത്തിലെ ശൈത്താന്മാർ. അള്ളാഹ് വെച്ചൊരു വലിയ പരീക്ഷണം. ആ ശൈത്താനിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, നമുക്കവൻ ശത്രുവാണ്. കാരണം അദുവല്ല, അവൻ അള്ളാഹിന്റെ ശത്രുവാണ്. അവൻ മുദില്ലാണ്, വഴിതെറ്റിക്കുന്നവനാണ്. ഗറൂറാണ്, മഹാവഞ്ചകനാണ്. ഇങ്ങനെ തുടങ്ങി ശൈത്താനെ കുറിച്ച് അല്ലാഹു തആല പല രൂപത്തിൽ ശൈത്താന്മാരെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ശൈത്താന്മാരൊക്കെയും ജിന്ന് വർഗത്തിൽപ്പെട്ടവരാണ്. അപ്പൊ എന്തിനാണ് ഈ ജിന്ന് വർഗത്തെക്കുറിച്ച് പഠിക്കണത്? നമ്മുടെ ശത്രുവിനെ നമ്മൾ അറിയണം. ശത്രുവിനെ നമ്മൾ അറിയണം. ഈ ശത്രു ഇഹലോകവും പരലോകവും നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ശത്രുവാണ്. ഇഹലോകം നഷ്ടപ്പെടുത്തും, പരലോകം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ആ ശത്രുവിനെ കുറിച്ച് അറിയലും പഠിക്കലും മനസ്സിലാക്കലും നമുക്ക് നിർബന്ധമാണ്, വാജിബാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട്
മിനൽ ജിന്നത്തി വന്നാസ് എന്നതിന്റെ വിശദീകരണത്തിൽ ജിന്ന് വർഗത്തെക്കുറിച്ച് പറഞ്ഞത്. അതിൽ അവസാനം പറഞ്ഞത് എന്തായിരുന്നു? ലാസ്റ്റ് പറഞ്ഞതെന്ന് പറയട്ടെ. ജിന്നുകൾ ജനിക്കുകയും അവര് മരണപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു അല്ലെ? ആ പ്രാർത്ഥന എന്തായിരുന്നു? അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത് വൽ ജിന്നു വൽ ഇൻസു യമൂത്തൂൻ. ആ പ്രാർത്ഥനയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇനി ജിന്നുവർഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്, അവർ ജീവിക്കുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. നോട്ട് ചെയ്യുന്ന ആൾക്കാർ നോട്ട് ചെയ്യണം. മനുഷ്യന്മാരുടെ കൂടെ അവർ ഭൂമിയിലുണ്ട്. എവിടെയുണ്ട്? ഭൂമിയിലുണ്ട്. യസ്കുനൂന മഅൽ ഇൻസി ഫൗക്കൽ അർളി. ഇതെന്താണ് തെളിവെന്താ? അറാഫിലെ 24-ാമത്തെ ആയത്ത് 7-24 അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ചു. ആദം നബി മാത്രമാണ് ഭൂമിക്ക് വന്നത്? അല്ല, പിന്നെ ഇബ്ലീസിനെയും പറഞ്ഞയച്ചു. ഇബ്ലീസിനോടും പോകാൻ വേണ്ടി പറഞ്ഞു. എവിടുക്കാ വിട്ടത്? ഭൂമിയിലേക്കാണ് വിട്ടത്. അപ്പം മനുഷ്യനെ അള്ള പരീക്ഷണമാക്കി വെച്ച വസ്തു, മനുഷ്യൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ഉണ്ടാകേണ്ടത് അല്ലേ? അപ്പം ഈ ജിന്നുകളുടെ വാസസ്ഥലം എവിടെ? ഭൂമിയിൽ തന്നെയാണ്. ഭൂമിയിൽ എവിടൊക്കെ അവരുണ്ടാകുന്നത് വേറെ പഠിക്കാണ്ട്. കൂടുതൽ അവരെവിടെ ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹു തആല സൂറത്ത് അറാഫിലെ 24-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വഖുൽ നഹ്ബിതു ബഅലുകും ലിബഅലിൻ അദുവ്. വഖുൽ നഹ്ബിതു, നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു പോവുക. ബഅലുകും ലിബഅലിൻ അദു, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ്. നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കൾ. ഈ ഹിബിത്തു എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ പറഞ്ഞത് ആരോടൊക്കെയാണ്? മനുഷ്യനോടും ഇബ്ലീസിനോടുമാണ്. ഇവരിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാന്ന് പറഞ്ഞാൽ മനുഷ്യന് ഈ ശൈത്താന്മാർ ആരാണ്? ശത്രുക്കളാണ്. എന്നിട്ട് ബാക്കി കേട്ടോളൂ. വലക്കും ഫിൽ അർളി, നിങ്ങൾക്കുണ്ട് ഭൂമിയിൽ മുസ്തഖറുൻ, താവളം, താമസ സ്ഥലം. ഭൂമിയിൽ നിങ്ങൾക്കുള്ള മുസ്തഖർ എവിടെയാണ്? നിങ്ങൾക്കുള്ള മുസ്തഖർ ഭൂമിയിലാണ്, താമസ സ്ഥലം ഭൂമിയിലാണ്. വ മത്താഉൻ ഇലാഹിൻ, ഒരു നിശ്ചിത സമയം വരേക്കുമുള്ള മത്താവും നിങ്ങൾക്ക് അവിടെയുണ്ട്, വിഭവങ്ങളും നിങ്ങൾക്ക് എവിടെയുണ്ട്? ഭൂമിയിലുണ്ട് എന്നുള്ള പറഞ്ഞു. അപ്പം ജിന്നുകളുടെ താമസ സ്ഥലം, വാസസ്ഥലം എവിടെ? ഭൂമിയിൽ തന്നെ. ഇനി അറാഫിലെ സൂറത്ത് റഹ്മാനിലെ 10-ാമത്തെ ആയത്ത്, സൂറത്ത് റഹ്മാൻ, അർ-റഹ്മാൻ 55-ാമത്തെ സൂറത്തല്ലേ? സൂറത്ത് അർ-റഹ്മാനിലെ 10-ാമത്തെ ആയത്ത്, വൽ അർള വളഅഹാ ലിൽ അനാം. വിഷയം എന്താണെന്നറിയോ? ജിന്നുകളുടെ വാസസ്ഥലം എവിടെ എന്നുള്ളതാണ്. ഭൂമിയിലാണ് അവർ വസിക്കുന്നത്. മനുഷ്യന്മാരുടെ കൂടെയാണ് അവരുടെ താമസം. മനുഷ്യന്മാർക്ക് ഓരെ കാണാൻ കഴിയില്ല, പക്ഷെ അവർക്ക് മനുഷ്യന്മാരെ കാണാൻ കഴിയും. ഇതാരാ പറഞ്ഞത്? ജിന്നിനെയും മനുഷ്യനെയും പടച്ചതാരാ? അല്ലാഹു തആല നമുക്ക് അറിയിച്ചെന്ന കാര്യമാണ്. വൽ അർള, ഇനി പറയുന്നത് റഹ്മാനിൽ 55-ാം അധ്യായത്തിലെ 10-ാമത്തെ ആയത്താണ്. വൽ അർള, ഭൂമിയെ, വളഅഹ, നാം സൃഷ്ടിച്ചത്, നാം നിർമ്മിച്ചത്, നാം ഉണ്ടാക്കിയത് ആർക്കാ? ലിൽ അനാം, അനാമിന് വേണ്ടിയാണ്. വൽ അർള വളഅഹ ലിൽ അനാം, അനാമിന് വേണ്ടിയാണ് നാം ഭൂമിയെ ഉണ്ടാക്കിയത്, ഭൂമിയെ വെച്ചത്. ആരാണ് ഈ അനാമ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് തഫ്സീർ ചെയ്യാണ്. എന്താണ് അനാം എന്ന് പറഞ്ഞാൽ? വളഅഹ ലിൽ ഖൽഖി. എന്താണ് വളഅഹ ലിൽ അനാം എന്ന് പറഞ്ഞാൽ? വളഅഹ ലിൽ ഖൽഖി, സൃഷ്ടികൾക്ക് വേണ്ടിയാണ്. ആ സൃഷ്ടികളിൽ ആരാണ് ഉൾപ്പെടുക? യശ്മലുൽ ജിന്നു വൽ ഇൻസു,
ഫയശ്മലുൽ ജിന്നു വൽ ഇൻസു. അപ്പം വൽ അർള വലഅഹാ ലിൽ അനാം എന്ന് പറഞ്ഞാൽ ആ അനാമിൽ ആരൊക്കെ പെടും? ജിന്നുകളും മനുഷ്യരും പെടും. അപ്പൊ എന്തായി അർത്ഥം? ജിന്നുകൾ എവിടെ വസിക്കുന്നു? ഭൂമിയിൽ വസിക്കുന്നു എന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യം, ഭൂമിയിൽ എവിടെയാണ് ഈ ജിന്നവർഗത്തിലെ ശൈത്താന്മാർ കൂടുതൽ ഉണ്ടാകാൻ അറിയോ? ഷെയ്ത്താന്മാരായ ജിന്നുകൾ കൂടുതൽ ഉണ്ടാകല് നജസ്സുകൾ ഉള്ള സ്ഥലത്താണ്. എന്താ നജസ് പറഞ്ഞാല്? നജസ് എന്താണ്? ആ മാലിന്യങ്ങൾ, അതായത് ശരീരത്തിലായാൽ നിസ്കരിക്കാൻ പറ്റൂല, കഴുകി വൃത്തിയാക്കൽ നിർബന്ധമായ, ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ കഴുകി വൃത്തിയാക്കൽ നിർബന്ധമായ വസ്തുക്കൾക്കാണ് എന്ത് പറയാ? നജസ് എന്ന് പറയാം. ഈ നജാസാത്തുകൾ ഉള്ള സ്ഥലത്താണ് എന്തുണ്ടാവുക? ശൈത്താന്മാർ കൂടുതലും ഉണ്ടാകുക. ഇതുകൊണ്ടാണ് ഇസ്തിആദത്ത് നിർബന്ധമാക്കിയത്. നജസ്സുകൾ ഉള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്തിആദത്ത് ശർആക്കി. ഇസ്തിആദത്ത് കാവലിന് ചോദിക്കരുത്. അപ്പൊ നജസ്സുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ഹമാമാത്ത്, ബാത്റൂമുകൾ, ടോയ്ലറ്റുകളൊക്കെ. അതിലേക്കൊക്കെ കടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിആദത്തിനെ ചോദിക്കണം. എന്തിൽ നിന്ന്? മിൻ ദുകൂരിൽ ജിന്നി വൽ ഇനാസിഹിം, ജിന്നുകളിൽപ്പെട്ട ആണും പെണ്ണും. എന്താണ്? ജിന്നുകളിൽപ്പെട്ട ആണും പെണ്ണും. ഇത് നല്ലോണം ശ്രദ്ധിക്കണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില പ്രാർത്ഥനകളൊക്കെ ജിന്നുകളിലെ ശൈത്താന്മാർ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്ന മേഖലകളിൽ ഉണ്ട്. അപ്പോൾ ഈ ശൈത്താന്മാർ എവിടെ ഉണ്ടാവുക പറഞ്ഞ കൂടുതൽ? നജസ്സുകൾ ഉള്ള സ്ഥലത്ത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ബാത്റൂമുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ഹദീത്ത് കളിപ്പിക്കാൻ കേട്ടോളൂ. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന ഹാദിഹിൽ ഹുശൂഷ. ശ്രദ്ധിക്കണം, ഇന്ന ഹാദിഹിൽ ഹുശൂഷ, ഈ ഹുശൂഷുകൾ. എന്താണ് ഹുശൂഷ് എന്ന് പറഞ്ഞാൽ? യഅനി മവാദിഅ ഖളാഇൽ ഹാജ, ഖളാഉൽ ഹാജത്ത് നിർവഹിക്കുന്ന സ്ഥലം. ഖളാഉൽ ഹാജത്ത് എന്ന പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കുക, ഒരു മനുഷ്യന്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുക, മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലം ആണ് ഹുശൂഷ്. അതുപോലെ തന്നെ വകശ്ഫുൽ ഔറ, ഔറത്ത് വെളിവാകുന്ന സ്ഥലം, നമ്മൾ വസ്ത്രം അഴിച്ചു വെക്കുന്ന സ്ഥലം. നല്ലോണം ശ്രദ്ധിക്കണം. ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാർക്ക് മനുഷ്യന്റെ നഗ്നത കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നഗ്നത എവിടൊക്കെ കാണാൻ പറ്റും അവിടൊക്കെ ശൈത്താന്മാരുണ്ടാവും. നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റൂല, നമ്മളവര് ഇങ്ങോട്ട് നന്നായി മനസ്സിലാക്കി വെക്കണം. ഇടത്തൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ വസ്ത്രം ഊരി വെക്കുന്നിടത്തൊക്കെ ശൈത്താന്മാരെ ഓടിച്ചിട്ടേ നമ്മൾ അവിടെ ഇരിക്കാവൂ. ശൈത്താന്മാരുണ്ടാകും അവിടെ. ശൈത്താന്മാർ ഓടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ? പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മളെ വക പ്രാർത്ഥന അല്ല, അള്ളാഹു പഠിപ്പിച്ചതാണ്. ശൈത്താന്മാരെ പരീക്ഷണമാക്കി നമുക്ക് വേണ്ടി സൃഷ്ടിച്ച റബ്ബ് പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവരവിടുന്ന് ഓടും, അവിടെ ഉണ്ടാവില്ല. അല്ലെ? നമ്മളിപ്പോ ഒരു ലോഡ്ജിൽ റൂം എടുത്താലേ, ഒരു ഹോട്ടലിൽ റൂം എടുത്താലേ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ പുറത്തൊരു ടോയ്ലറ്റ് ആണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഓട്ട അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുമെന്നൊരു പേടി ഉണ്ടാവും. അല്ലേ? ആൾക്കാർ കാണുന്നൊരു പേടി ഉണ്ടാവും. ഇനി നമ്മൾ കാണാത്ത എവിടെയെങ്കിലും വല്ല ക്യാമറക്കാരോ ബാത്റൂമിൽ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പേടി ഉണ്ടാവും. അല്ലേ? കാരണം എന്താ? നമ്മളെ നഗ്നത കാണുമോ എന്ന പേടിയാണ്, ബേജാറാണ്. അല്ലേ? എങ്കിൽ നമ്മളെ ഇങ്ങോട്ട് കാണുന്ന, നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയാത്തൊരു സാധനം ഇവിടെ ഉണ്ട്. നമ്മൾ ഒന്ന്, ഈ ശൈത്താന്മാര് രണ്ട് സ്ഥലത്താണ് ഉണ്ടാകുക. ഒന്ന് നജസുള്ളോടത്ത്, രണ്ട് വസ്ത്രം അയച്ചു വെക്കുന്നിടത്ത്. ഖുർആനിൽ അല്ലാഹു തആല എന്താ പറഞ്ഞത്? ആയത്തുകൾ
ബിലീസിന്റെയും ആദം നബിന്റെയും കഥ പറഞ്ഞു കൊടുത്തൊക്കെ ലിയുരിയുമാ സൗആത്ത കണ്ടില്ല നിങ്ങള്? അതായത് പിന്നെ ഇബിലീസ് ആ ആദം നബിയോട് പഴം തിന്നാൻ പറഞ്ഞു. പഴം തിന്നപ്പോ എന്താ ഉണ്ടായത്? നഗ്നത വെളിവായിന. ആദം നബി ഹവ്വാ ബീവിയുടെയും നഗ്നത കാണാൻ വേണ്ടി എന്നാണ് ഖുർആനിലെ ആയത്താണ്. നിങ്ങൾ പറിച്ചു നോക്കി, എവിടെയും നോക്കി. അപ്പൊ ഇവരുടെ ഈ ശൈത്താന്മാര് മനുഷ്യന് നഗ്നത കാണാൻ ഭയങ്കര ആഗ്രഹം, അവരവിടെ ഉണ്ടാകും. അപ്പൊ അവരെ ഓടിച്ചിട്ട് വേണം. നമ്മൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ ഒഴിവാക്കാതെ ആൾക്കാർ കാണുന്ന ചെറിയൊരു ദോര ഓട്ടം ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതെ നമ്മൾ ബാത്റൂമിൽ ഇരിക്കുവോ? ഇല്ല. എങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നമുക്ക് ബാത്റൂമിൽ ഇരിക്കാൻ പറ്റുമോ? എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക വൽ ഖബായിസ്. വർഗത്തിൽപ്പെട്ട ശൈത്താന്മാരാണ്. ഖബായിസ് എന്ന് പറഞ്ഞാൽ പെൺവർഗത്തിൽപ്പെട്ട ശൈത്താന്മാരാണ്. ബാത്റൂമിൽ ആണും പോവും പെണ്ണും പോവും. പെണ്ണിന്റെ നഗ്നത ആണും ആണിന്റെ നഗ്നത പെണ്ണും കാണാൻ ആഗ്രഹിക്കുന്നു ശൈത്താന്മാർ. ഇതാരാ പറഞ്ഞത്? അള്ള പറഞ്ഞതാണ് സഹോദരന്മാരെ, അള്ള പറഞ്ഞതാണ്. ഇതിൽ നമ്മൾ എന്തിനാ സംശയിക്കണേ? സൂറത്ത് ആറാഫിൽ അള്ള പറഞ്ഞു, ജിന്നുകൾ ഈ ഭൂമിയിലുണ്ട് നമ്മളെ കൂടെ, നിങ്ങളെപ്പോലെ പടച്ചോൻ പഠിച്ചൊരു സൃഷ്ടിയാണ്. അതിൽ ശൈത്താന്മാർ നിങ്ങളെ നഗ്നത കാണാൻ ആഗ്രഹിക്കും. അപ്പൊ ബാത്റൂമിൽ കയറുമ്പോൾ ഒരിക്കലും ഒരാണും പെണ്ണും ഈ പ്രാർത്ഥന മറക്കാൻ പാടില്ല. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് മറക്കാൻ പാടില്ല. അപ്പൊ നജസുള്ളടുത്ത് വസ്ത്രം അഴിക്കുന്നിടത്ത്. ഇനി മനുഷ്യൻ വസ്ത്രം അഴിക്കണ വേറൊരു സമയം എപ്പോഴാണ്? ഒന്ന് നമ്മൾ ബാത്റൂം പോകുമ്പോൾ കുളിക്കാനും അതുപോലെ തന്നെ ഖളാഉൽ ഹാജത്തിന് പ്രാഥമിക മലമൂത്ര വിസർജനം നടത്താൻ പോകുമ്പോഴാണ് വസ്ത്രം അഴിച്ചു വെക്കുക, അല്ലെ? രണ്ടാമത് വസ്ത്രം അഴിച്ചു വെക്കുന്ന സമയം എപ്പോഴാണ്? ഭാര്യ ഭർത്തൃ ബന്ധം അറയിലാണ്, റൂമിലാണ്, അല്ലെ? റൂമിലാണ്, അറയിലാണ്, അവിടെയാണ്. അവിടെ എന്താ പ്രാർത്ഥിക്കേണ്ടി? ജന്നിബിനി ശൈത്താൻ, ജന്നിബിനി ശൈത്താൻ, ജന്നിബി ശൈത്താൻ ജന്നിബിനി ശൈത്താൻ ഫിമാറസ. പടച്ചോനെ ശൈത്താൻ ആട്ടി ഓടിക്ക് പടച്ചനെ. കാരണം എന്താ? ഇവിടെ നമ്മൾ ശൈത്താൻ വരുന്ന രണ്ട് സന്ദർഭത്തിൽ, ഒന്ന് നജസുള്ളോടത്തും, രണ്ട് നമ്മൾ വസ്ത്രം അഴിച്ചു വെക്കുന്നിടത്തും. വസ്ത്രം അഴിക്കുന്ന രണ്ടാമത്തെ സന്ദർഭമാണ് എപ്പോ? അറയിൽ ഭാര്യാഭർത്തൃ ബന്ധം നടക്കുമ്പോൾ. അപ്പം അതിന്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശൈത്താൻ അവിടുന്ന് ഓടിക്കണം, ശൈത്താൻ അവിടുന്ന് ഓടിക്കണം. അതാണ് റസൂൽ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താന വ ജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. പടച്ചോനെ, ഞങ്ങൾക്ക് ജനിക്കാൻ പോണ സന്താനങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നും ഈ ശൈത്താനെ ആട്ടി ഓടിക്ക് പടച്ചോനെ, മാറ്റി പടച്ചോനെ. ഇത് പ്രാർത്ഥിച്ചാൽ ശൈത്താന് പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല. ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് പറഞ്ഞ ശൈത്താൻ അവിടെ നിൽക്കാൻ പറ്റില്ല. ശൈത്താൻ ഓടും, ശൈത്താൻ അവിടെ നിൽക്കാൻ കഴിയില്ല. ശൈത്താൻ പോയി, പിന്നെ ശൈത്താൻ അവിടേക്ക് വരിക. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അറയിൽ നിന്ന് പോയി, പിന്നെ അവിടേക്ക് ശൈത്താന് വരാൻ കഴിയില്ല. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? അല്ലാഹു റസൂൽ പഠിപ്പിച്ച വഹിയാണ്, വഹിയാണ്. ഇത് പ്രാർത്ഥിച്ചേ പറ്റൂ. ശരി. അപ്പോ ജിന്നുകൾ എവിടെ താമസം? ഭൂമിയിൽ. എന്താ തെളിവ്? സൂറത്ത് ആറാഫിലെ ആയത്തും സൂറത്ത് റഹ്മാനിലെ ആയത്തും. ഇനി ആ ഭൂമിയിൽ എവിടെയായിരിക്കും ജിന്നുകളിലെ ശൈത്താന്മാർ കൂടുതൽ ഉണ്ടാവുക? നജസുള്ളിടത്തും മനുഷ്യൻ വസ്ത്രം അഴിച്ചു വെക്കുന്നിടത്തുണ്ടാകും. അതിനെന്താ തെളിവ്? ഞാൻ ഈ പറഞ്ഞ ഹദീസ്, ഈ പ്രാർത്ഥന, റസൂൽ പറഞ്ഞ ഈ പ്രാർത്ഥന, റസൂൽ പറഞ്ഞ ഈ ഹദീസാണ് അതിന് തെളിവ്. നമ്മൾ ജിന്നിനെ കുറിച്ച് പറയുമ്പം ഹദീസിലും ആയത്തിലും ഇല്ലാത്ത ഒന്നും പറയില്ല കേട്ടോ. പല കെട്ടുകഥകളുണ്ട് ജിന്നുകളെ കുറിച്ച്, പല കെട്ടുകഥകളും പലതും ഐതിഹ്യങ്ങൾ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റൂല. ഒരു മുസ്ലിമിന് എന്തേ പറ്റുള്ളൂ? ഖുർആനിലും സുന്നത്തിലും എന്ത് പറഞ്ഞോ അതേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ശരി. ഇനി അപ്പം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്തിനാണ് പ്രാർത്ഥിക്കുക? പ്രാർത്ഥന എല്ലാവർക്കും കാണാതെ അറിയില്ലേ, അതുകൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് മനസ്സിലാക്കാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ് സ്വലാത്തി ഫീ ഇഅ്താനിൽ ഇബിലി വൽ ഹമാമാത്ത്. ഈ ഒട്ടകത്തിന്റെ ആലകളിലും ഒട്ടകത്തെ കെട്ടുന്ന ആലകളിലും, ഒട്ടകത്തെ കെട്ടുന്ന ആല എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി പശു ആണെങ്കിലും ആടാണെങ്കിലൊക്കെ, വൽ ഹമാമാത്ത്, ഹമാമാത്തിലും അഥവാ ബാത്റൂമുകളിലും അതുപോലെ തന്നെ ഈ ഒട്ടകങ്ങളെയൊക്കെ കെട്ടുന്ന ആലകളിലും നിസ്കരിക്കൽ വിലക്കി, നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? ഇന്നഹാ
ലിഅന്നഹ മഅ്വ ശയാത്തീൻ, ശൈത്താന്മാരുടെ മഅ്വയാണത്, അവയുടെ താമസ സ്ഥലമാണ്, അവയുടെ സങ്കേതമാണ്. എന്ത്? ഈ മൃഗങ്ങളെയൊക്കെ കിട്ടുന്ന ആലകളും അതുപോലെ തന്നെ ഹമാമാത്തുകളും. അതുകൊണ്ട് അവിടെ വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുകയുണ്ടായി. ഇനി ഏറ്റവും കൂടുതൽ ശൈത്താന്മാരെ കാണേണ്ട എവിടെ അറിയങ്ങൾ? അങ്ങാടികളിൽ, ചന്തകളിൽ. അതിൽ ജിന്നുണ്ടാവും, ഇൻസുണ്ടാവും. വലിയ ശൈത്താന്മാർ അവിടെ ഉണ്ടാകുക. ഇവിടെ അങ്ങാടികൾ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഇവിടെ അങ്ങാടിയാണ്. അങ്ങാടിയിൽ പോകാതെക്കാൻ പറ്റുമോ? സാധനം വാങ്ങാതെക്കാൻ പറ്റുമോ? പറ്റുമോ? ഒന്നും പറ്റൂല. അപ്പൊ എന്താ വേണ്ടത്? ഈ കാര്യം വെറുതെ അങ്ങാടി കിടന്ന് തിരിയരുത്. അങ്ങാടിയിൽ വെറുതെ കിടന്ന് അങ്ങാടി കൂടെ അങ്ങനെ കിടന്ന് തിരിയണ പരിപാടി ഉണ്ടാവാൻ പാടില്ല. അവനവന്റെ ആവശ്യത്തിന് പോവുക, ആവശ്യം കഴിഞ്ഞ ഉടനെ തിരിച്ചു പോരാ. മനസ്സിലാണ്ട പറഞ്ഞത്? എന്നാലെന്താ അറിയോ, പല സുഖം അതുകൊണ്ടുണ്ട്. ഈ അങ്ങാടികളിലെ തിരക്കൊഴിവായി കിട്ടും, കച്ചവടക്കാർക്ക് നല്ല ലാഭം കിട്ടും. കാരണം എന്താ? ആൾക്കാർ ആവശ്യം കഴിഞ്ഞ് വേഗം പോയാൽ എന്താവും? ഒരു ഹോട്ടലാണ്, കുറച്ച് ആൾക്കാരുടെ കയറി വന്ന് ഭയങ്കര സ്വരം വർത്താൻ, ഒരു ചായ 10 രൂപേനെ ചായ ഓർഡർ ചെയ്ത് 2 മണിക്കൂർ ഒരാൾ ഇരിക്കും. 10 രൂപേനെ ചായ ഓർഡർ ചെയ്ത് 2-3 മണിക്കൂർ എന്നിട്ട് രാഷ്ട്രീയം പറച്ചിലും കഥ പറച്ചിലും നാട്ടിൽ അവിടെ പറച്ചിൽ ഇവിടെ പറച്ചിലൊക്കെ പറയും. ഈ വേറെ ആൾക്കാരൊന്നും അവിടെ നിറച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ എന്ത് ചെയ്യും? കയറാതെ തിരിച്ചു പോകും. അപ്പൊ അങ്ങാടികളിലൊക്കെ എന്താ വേണ്ടത്? കച്ചവടക്കാർക്ക് എന്താ ലാഭം? അങ്ങാടികൾ ആൾക്കാർ വരെ സാധനം വാങ്ങാൻ വേഗം പോവുക, പിരിഞ്ഞു പോവുക അല്ലേ വേണ്ടത്? അല്ലേ? അപ്പൊ അങ്ങാടികളിൽ ശൈത്താന്മാർ കൂടുതലുള്ള സ്ഥലമാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കമാ യസ്കുറു വുജൂദ് ഷയാത്തിൻ ഫിൽ അസ്വാഖ്, സൂക്കുകളിലാണ്. കാരണം എന്താ അറിയോ? അവിടെയാണ് അൽ ഗശ്, കൂടുതൽ വഞ്ചന നടക്കുന്ന ഒരു സ്ഥലമാണത്. വന്നളുൽ ഹറാം, ഹറാമായ നോട്ടം നടക്കുന്ന സ്ഥലമാണത്. സൂപ്പർ മാർക്കറ്റുകളിലും അങ്ങാടികളിലും ഒക്കെ അവിടെയാണ് കൂടുതൽ ഹറാമിന്റെ നോട്ടം നടക്കാൻ സാധ്യതയുള്ളത്. വൽ ഹിൽഫുൽ കാദിബ്, കള്ളസത്യങ്ങൾ നടക്കുന്നത് ഏറെയും ചന്തയിലായിരിക്കും. വൽ ഹുസൂമാത്ത്, തർക്ക വിതർക്കങ്ങൾ നടക്കുന്നതും എവിടെ ആയിരിക്കും? അങ്ങാടികളിലായിരിക്കും. തർക്ക വിതർക്കങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം അതാണ്. ഇതൊക്കെ ആരെ പരിപാടിയാ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരെ പരിപാടിയാ? ശൈത്താന്മാരെ. അതുകൊണ്ട് കേട്ടോളൂ, മുസ്ലിം ധരിക്കുന്ന ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കണേ, നബി തന്റെ ചില സഹാബികളോട് വസിയ്യത്ത് പറഞ്ഞു. നബി തന്റെ ചില സഹാബികളുടെ വസിയ്യത്ത് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ തകൂനന്ന ഇദസ്തതഅത, നിനക്ക് സാധിക്കുമെങ്കിൽ ഒരിക്കലും നീ ചെയ്യരുത്. നിനക്ക് സാധ്യമാവുകയാണെങ്കിൽ ഒരിക്കലും നീ ആവരുത്. ആരാവരുത്? അവ്വല മൻ യദ്ഖുലു സൂഖ, അങ്ങാടിക്ക് ആദ്യം കടക്കുകയും വല ആഖിറ മൻ യഖ്റുജു മിൻഹാ, അതിൽ നിന്ന് അവസാനം പുറത്ത് കടക്കുകയും ചെയ്യുന്നവനാവരുത്. നിനക്ക് പറ്റുകയാണെങ്കിൽ അങ്ങാടിക്ക് ആദ്യം പോവുക, എന്നിട്ട് അവസാനം തിരിച്ചു പോണ ആളാവരുത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്താ അറിയോ? പള്ളിക്ക് ആദ്യം പ്രവേശിക്കുന്നവനും അവസാനം ഇറങ്ങി പോകുന്നവനാവണം. കാരണം എന്താ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലതാണ്. അങ്ങാടിയിലേക്ക് നീ ആദ്യം ചെല്ലുകയും എന്നിട്ട് അവസാനം തിരിച്ചു പോരുകയും ചെയ്യുന്നവനാവരുത്. ഫഇന്നഹ, എന്താ കാരണം? അതേ മഅറക്കത്തു ശൈത്താൻ, ശൈത്താനിന്റെ പടനിലമാണ്. വബിഹ, അവിടെയാണ് യൻസിബു റായത്തഹു, അവൻ അവന്റെ കൊടി നാട്ടിയിട്ടുള്ളത് അവിടെയാണ്. ശൈത്താൻ അവന്റെ കൊടി നാട്ടിയ സ്ഥലം എവിടെയാണ്? അങ്ങാടിയാണ്. അതുകൊണ്ട് അവിടേക്ക് ആദ്യം പോയിട്ട് അവസാനം വരുന്നവനാകരുത് എന്ന വസിയ്യത്ത് ആര് കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് കൊടുത്തു. അപ്പൊ സൂപ്പർ മാർക്കറ്റിക്ക് അല്ലെങ്കിൽ വലിയ വലിയ മാളുകൾക്ക്, ഹൈപ്പർ മാളുകൾക്ക്, വലിയ മാളുകൾക്കൊക്കെ കാഴ്ച കാണാൻ വേണ്ടി പോകാൻ പാടില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ആവശ്യം എന്തെങ്കിലും ആവശ്യത്തിന് പോകുക, സാധനം വാങ്ങി പോരാന്നല്ലാതെ കാഴ്ചക്കാരായിട്ട് പോകണ്ട. കാരണം അവിടെ പല ഹറാമും കാണേണ്ടി വരും. അത് ശൈത്താൻ്റെതാണ്. അവിടെയാണ് വഞ്ചനയും ചതികളൊക്കെ ഏറെ നടക്കുന്ന സ്ഥലം. അതുകൊണ്ട് അതിലൊന്നും പോയി പെടാൻ പാടില്ല. അപ്പൊ ശൈത്താന്മാർ എവിടെയാണോ ഉള്ളത് ആ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി
ശ്രമിക്കുക എന്നതാണ് വേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? അത് ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഹദീസിൽ വന്ന ആ പ്രാർത്ഥന ഖുർആനിലും കാണാൻ കഴിയും. അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളായതുകൊണ്ട് അത് എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്യണം. ഇവിടെ ഞാൻ എഴുതാൻ മാത്രമേ സമയമുള്ളൂ, കാണാതെ പഠിപ്പിക്കാൻ സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ഒരു പരാതി പറഞ്ഞു. ചീത്ത സ്വപ്നങ്ങൾ വല്ലാതെ കാണുകയാണ്. ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, ചീത്ത സ്വപ്നങ്ങൾ ധാരാളമായി കാണുന്നു. ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ധാരാളമായി കാണുന്നു. എന്താണ് റസൂലെ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. നമുക്ക് ഈ അവസ്ഥ ഉണ്ടെങ്കിൽ ഈ സ്വപ്നം കണ്ട് നിത്യ എഴുന്നേൽക്കുക, സ്വപ്നത്തിൽ പിച്ചും വഴിയും പറയുക, സ്വപ്നത്തിൽ ഇറങ്ങി നടക്കുക. ഭയങ്കര ഡേഞ്ചറാണ് സംഭവമൊക്കെ. അറിയില്ല, ബോധം ഓർമ്മ ഉണ്ടാവില്ല, അങ്ങനെ പോവും. കുറേ ദൂരമൊക്കെ എവിടേക്കെങ്കിലും ചിലപ്പോൾ ഇറങ്ങിപ്പോവും. അങ്ങനെയുള്ള ആരെങ്കിലും ഒരാളൊക്കെ ഒരു വരിയിലുണ്ടെങ്കിൽ ആ പെരക്കാർ മുഴുവനും സ്വീപ്പാവും. ആരെങ്കിലും ഒന്നുണ്ടായെന്ന്. രാത്രിയിൽ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ട് പേടിച്ച് കരയാം. പിന്നെ അത് ഒരുപാട് സമയം നീണ്ടു നിൽക്കും. ബാക്കിയുള്ള ആൾക്കാരെ ഉറക്കമൊക്കെ പോവും ഒരാളങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പം രാത്രിയിൽ ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കണ്ട് പേടിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലോ ആരെങ്കിലുമൊക്കെ അങ്ങനെ വല്ല പരാതിയും പറഞ്ഞാൽ ഈ പ്രാർത്ഥന നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അഊദു ബി കലിമാത്തില്ലാഹി താമ്മ അഊദു ബി കലിമാത്തില്ലാഹി താമ്മ മിൻ ഗളബിഹി وعقابه من غضبه وعقابه ومن شر عباده ومن شر عباده ومن همزات الشياطين ومن همزات الشياطين وأن يحضرون. ഷയാത്തീൻ വമിൻ ഹമസാത്തി ഷയാത്തീൻ 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 എങ്ങനെ യാ ഉണ്ട് ഷയാത്തീൻ الشياطين ومن همزات الشياطين وأن يحضرون.
ഇങ്ങനെ ഷയാത്തീൻ എന്നുള്ളൂ. ഷയാത്തീൻ വമിൻ ഹമസാത്തി ഷയാത്തീൻ വ അൻ യഹ്ളുറൂൻ. അഊദു ബി കലിമാത്തില്ലാഹി താമ്മ എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കണം എല്ലാവരും. കാണാൻ പഠിപ്പിക്കലാണ് നമ്മളെ ക്ലാസ്. പക്ഷെ പഠിപ്പിക്കുക ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും പഠിക്കുക. അഊദു ബി കലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവെ നിന്റെ സമ്പൂർണ്ണ നാമങ്ങൾ മുഖേന ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കും. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് എഴുതാൻ ഞാൻ പറയാം, ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി. അഊദു ബി കലിമാത്തില്ലാഹി താമ്മ, നിന്റെ സമ്പൂർണ്ണ നാമങ്ങൾ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. എല്ലാ നാമങ്ങളും ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും കൂടി വിളിക്കുക, അല്ലേ? ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ ഞാൻ ഒന്നോ രണ്ടോ ആൾക്കാർ ഒന്നൊരു പേര് എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? വലിയ പ്രശ്നമാകുമ്പോഴാണ് എന്ത് ചെയ്യുക? എല്ലാവരും കൂടി വിളിക്കുക, അല്ലേ? ഇത് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും, കാരണം അത്രയും വലിയ ശത്രുവാണിത്, അത്രയും വലിയ ശത്രുവാണ്. അള്ളാഹുവെ നിന്റെ മുഴുവൻ നാമങ്ങൾ മുഖേന ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നമ്മൾ സാധാരണ ചോദിക്കുമ്പോൾ അസീസായ റബ്ബെ, ഗഫൂറായ റബ്ബെ, റഹ്മാനായ റബ്ബ് അങ്ങനെയല്ലേ പറയാ, അല്ലേ? അങ്ങനല്ലേ പറയാ. ഇത് അങ്ങനെ പറഞ്ഞതിന് പകരം എല്ലാം, അതാണ് കലിമാത്തില്ലാഹി താമ്മ. ആ കലിമാത്ത് അള്ളാഹിൻ്റെ അസ്മാകളാണ്, അള്ളാഹുവിൻ്റെ ഖുർആനാണ്, ഒക്കെയാണ്. ഇതൊക്കെ ഈ ഖുർആൻ കൊണ്ട്, ഖുർആനിലെ മുഴുവൻ കലിമത്തുകളും എങ്ങനെ ഇതിന്റെ വിശദീകരണം പറഞ്ഞത്, ഇതിന്റെ ഖുർആനിലെ മുഴുവൻ കലിമത്തുകളും എല്ലാം മുഴുവൻ ആയത്തുകളും എല്ലാം വെച്ചിട്ട് പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കാണ്. മിൻ ഗളബിഹി വ ഇഖാബിഹി വ മിൻ ശരി ഇബാദിഹി. ആരെന്ന്? അള്ളാഹുവെ നിന്റെ കോപത്തിൽ നിന്ന്, റബ്ബിന്റെ കോപം, വ ഇഖാബിഹി അവന്റെ ശിക്ഷ, വ മിൻ ശരി ഇബാദിഹി അവന്റെ അടിമകളുടെ ഷെറിൽ നിന്ന്. അടിമകളുടെ ഷെറ്, അടിമകൾ എന്ന് പറയുമ്പോൾ ആരാ? മിനൽ ജിന്നത്തി വന്നാസ്. അള്ളാന്റെ അടിമകളുടെ ഷെർ എന്നാൽ മനുഷ്യന്മാർ മാത്രമല്ല, അവരുടെ ഷെറിൽ നിന്നും. വമിൻ ഹമസാത്തി ഷയാത്തിൻ, ശൈത്താന്മാരുടെ ദുർബോധനങ്ങളിൽ നിന്ന്. ഹമസാത്ത് ഷയാത്തിൻ. വഅൻ യഹ്ളുറൂൻ, അവർ ആ ശൈത്താന്മാർ എന്നിൽ ഹാദിറാകുന്നതിൽ നിന്നും. ഇപ്പൊ ശൈത്താൻ ഹാദിറാവോ? എന്താ ഹാദിറാക പറഞ്ഞാല്? ഹാദിർ എന്ന് പറഞ്ഞാൽ പ്രസന്റ്. ആ ശൈത്താൻ ഹാദിറാകുക എന്ന് പറഞ്ഞാൽ സന്നിഹിതരാവുക. ആ ശൈത്താനായിട്ടാണ് ജീവിക്കും മനുഷ്യൻ. ശൈത്താനായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും എന്നറിയോ? ശൈത്താനായിരിക്കും. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാ, നുഖയ്യിദ് ലഹു ശൈത്താന വഹുവ ലഹു കരീം. കരീം എന്ന് പറഞ്ഞ കൂട്ടുകാരൻ. നുഖയ്യിദ് ലഹു ശൈത്താൻ നാം ഏർപ്പാടാക്കി കൊടുക്കും. വഹുവ ലഹു കരീം, അവനായിരിക്കും അവന്റെ കൂട്ടുകാരൻ. ആരെന്നറിയാം? ഖുർആനിൽ നിന്ന് മാറുന്ന ആൾക്കാരെ പറ്റിയാ പറഞ്ഞത്. ഖുർആൻ പഠിച്ച് ഖുർആനെ ഫോളോ ചെയ്ത് ജീവിക്കണമെങ്കിൽ ശൈത്താൻ അടുക്കൂല. അത് ഒഴിവാക്കിയ ശൈത്താൻ വരും. എന്നിട്ട് ആ ശൈത്താനെ നാം അവന്റെ കൂട്ടുകാരനാക്കി കൊടുക്കും. ശൈത്താനായിരിക്കും എന്ത് ചെയ്യുക? അവനെ കൺട്രോൾ ചെയ്യണത്. പെട്ടെന്ന് ദേഷ്യം പിടിക്കും. പാപ്പാരാണ് ഉമ്മാരാണെന്നൊന്നും നോട്ടൊന്നും ഉണ്ടാവില്ല. വളരെ മോശപ്പെട്ട പെരുമാറ്റാകും. മനസ്സ് കടുത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. എന്ത് തെറ്റും ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല, ഒരു പേടിയും ബേജാറുണ്ടാവില്ല. എന്ത് തിന്മയും ചെയ്യും. നിസ്കാരക്കാണ്ട് കുറച്ച് താമസിച്ചാൽ പോലും ഒരു ബേജാറ വിഷമം ഒന്നും ഉണ്ടാവില്ല. ആരെയും കൂസാത്തൊരു ജീവിതമായിരിക്കും. ഒരു നന്മയും ആഗ്രഹിക്കൂല. അങ്ങനെ ഒരു ജീവിതം അവൻ ജീവിക്കും. അവനെ ശരിക്ക് അങ്ങനെ ശൈത്താൻ കൺട്രോൾ ചെയ്ത് കൊണ്ട് നരകത്തെ കണ്ടുകൊണ്ട് ചാടിക്കും. വമിൻ ഹമസാത്തി ഷയാത്തിൻ വൻ യഹ്ളുറൂൻ. ഇത് ഞാൻ നിങ്ങൾക്ക് ഖുർആനിൽ കാണിച്ചു തരാം. ഈ പറഞ്ഞ സംഗതി ഇല്ലേ, ഇത് ഖുർആനിൽ നിങ്ങൾ സൂറത്തുൽ മുഅ്മിനീനൊന്ന് മറക്കി വേഗം അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇതിന്റെ അർത്ഥം ഇതിലൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. സൂറത്തുൽ മുഅ്മിനൂൻ മറക്കി 23-ാം അധ്യായം, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ. കണ്ട അതിലെ 97, 98 ആയത്ത്.
97, 98. നബിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ആയത്ത് ശരിക്കൊന്ന് വായിച്ചാണ്. ആ കണ്ട, കുൽ എന്ന് പറഞ്ഞ അവിടെ അർത്ഥം എന്താ അറിയോ? എന്താ ശരിക്കും കുൽ എന്ന് പറഞ്ഞ അർത്ഥം? പറയുക എന്നല്ലേ? ആണോ? ആണ്. എങ്കിൽ ഒരു പ്രാർത്ഥനന്റെ മുമ്പിൽ കുൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഒരു പ്രാർത്ഥനയുടെ മുന്നിൽ ഒരു കുൽ എന്ന് പറഞ്ഞാൽ എന്തായാലും പറയാന്നാണോ? പിന്നെന്താ? പ്രാർത്ഥിക്കാന്നാണ് അർത്ഥം. ഒരു പ്രാർത്ഥനയുടെ മുമ്പിൽ കുൽ എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥന പറയാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥിക്കാന്നാണ്. കുൽ നബിയെ താങ്കൾ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടേ? റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാതീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ലുറൂൻ. ഹമസാത്തി ശയാതീൻ വ അൻ യഹ്ലുറൂൻ. ഈ ഖുർആനിലെ പ്രാർത്ഥനയാണ് എന്തായിട്ട് വന്നത്? എന്തായിട്ട് വന്നത്? ഹദീസിൽ ദുആയായിട്ട് വന്നത്. ഈ പ്രാർത്ഥന പഠിച്ചാലും മതി. ഇതാണ് എളുപ്പം. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് എളുപ്പം. ഇതിനേക്കാൾ എളുപ്പതാണ്. എന്താണ്? നബിക്ക് പഠിപ്പിച്ചെടുത്ത പ്രാർത്ഥനയാണ്. ഹദീസിലെ പ്രാർത്ഥനയാണോ ഖുർആനിലെ പ്രാർത്ഥനയാണോ ഒന്നാം സ്ഥാനത്ത്? ഖുർആനിലെ പ്രാർത്ഥനയാണ്. ഹദീസിലെ പ്രാർത്ഥന മോശമെന്നല്ല കേട്ടാ, അതിന്റെ ബാക്കി തന്നെയാണത്. അതേ സ്ഥാനം തന്നെയാണ്, അതും വഹിയാണ്. എന്താണ്? റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാതീൻ. എന്റെ റബ്ബേ, ഷൈത്താനിന്റെ ഹമസാത്തുകളിൽ നിന്ന്. സുബീക്ക് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല. ആരാണ്? ഹമസാത്ത് ഷയാത്തീനാണ്. ഖുർആൻ ഓതാൻ എടുത്ത അപ്പം ഉറക്കം വരികയാണ്, മടി വരികയാണ്. ഖുർആൻ ക്ലാസ്സിന് പോകാൻ ഒരു മൂടില്ല. ഖുർആൻ ക്ലാസ്സിന് പോകാനൊക്കെ ഒരു മടിയാണ്. കല്യാണത്തിന് പോകാൻ മുന്നിലുണ്ടാവും. ടൂറ് പോകാനും വിരുന്ന് പോകാനും ഒക്കെ ഭയങ്കര താല്പര്യം. ഖുർആൻ ക്ലാസ്സിന് പോകാന്ന് പറഞ്ഞാൽ അതിന് ബാക്കിക്കാണ്. അതിന് എല്ലാവരും കൂടി ഇങ്ങനെ ഉന്തിക്കൊണ്ടിരണം, അല്ലെങ്കിൽ റൂമിൽ ആൾ വിളിക്കാൻ വരണം, അല്ലെങ്കിൽ ആൾക്കാർ വിളിച്ചതിന്റെ മേലെ ഒരു 3 ആൾ വന്നെങ്കിലേ റൂമിൽ നിന്ന് ഇറങ്ങാൻ തോന്നുള്ളൂ. ഖുർആൻ ക്ലാസ്സിലേക്ക് ഇറങ്ങി വരാനും ഒരു താല്പര്യമില്ലായ്മ, ഇഷ്ടമില്ലായ്മ. ആരാന്നറിയോ? ആരാ? ഷൈത്താൻ. ഇത് നരകത്ത് കത്തിക്കും. അത് മരിച്ചതിന്റെ ശല്യം. ദുനിയാവിൽ തന്നെ തരും ഷൈത്താൻ. ദുനിയാവിൽ തന്നെ ഷൈത്താൻ ശത്രുവായ ഷൈത്താൻ കൊണ്ടുപോയി നമ്മളെ കെണിയിൽ പെടുത്തും ഷൈത്താൻ. ഒരു തർക്കം വേണ്ട. നമുക്ക് ആദ്യം വേണം ഷൈത്താന് ഷെറിന്ന് രക്ഷപ്പെടലാണ്. ഇത് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാ കാര്യങ്ങൾക്കും താല്പര്യം ഉണ്ടാകും. ദീനീപരമായ എല്ലാ കാര്യങ്ങൾക്കും താല്പര്യം ഉണ്ടാവും. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ. പിന്നെ വഅഊദു ബിക റബ്ബി അൻ യഹ്ലുറൂൻ. അല്ലാഹുവേ, ഈ ശൈത്താന്മാർ എന്നിൽ ഹാളിറാകുന്നതിൽ നിന്ന്, എന്നിൽ സന്നിഹിതരാകുന്നതിൽ നിന്ന്, ശൈത്താനിന്റെ എല്ലാ ഹമസാത്തുകളിൽ നിന്നും, എല്ലാ ദുർബോധനങ്ങളിലും വഴിതെറ്റിക്കളിൽ നിന്നും പടച്ചവനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ ആർക്കാ പഠിപ്പിച്ചു കൊടുത്ത്? ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഖുർആനിലെ പ്രാർത്ഥന അല്ലേ? ഇതാരാ പഠിപ്പിക്കുന്ന? ഉസ്താദ് ആരാ? ഖുർആനിലെ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാ? അള്ളാഹ് ഇറക്കണത് അല്ലേ? ജിബ്രീലാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആരാ ആദ്യത്തെ പഠിതാവ്? ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാ ശൈത്താന്മാരിൽ നിന്നും കാവല് കിട്ടിയ ആളാണ് ആര്? എല്ലാ ശൈത്താന്മാരിൽ നിന്നും കാവൽ ആർക്കുണ്ട്? റസൂലുള്ളാഹിക്കില്ലേ? ഉണ്ടോ? ഉറപ്പല്ലേ? ആണ്. എന്നിട്ട് ആ നബിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ ഇത് എങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ആലോചിച്ച് നോക്കി. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാതീനി വ അഊദു ബിക റബ്ബി അൻ യഹ്ലുറൂൻ. ഈ സൂറത്ത് ഏതാണ്? സൂറത്തുൽ മുഅ്മിനൂൻ. ഈമാൻ കിട്ടി മരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? മരിക്കുന്ന ഉറപ്പല്ലേ? അല്ലേ? എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും നമുക്കൊരു ഉറപ്പില്ല. എത്ര കാലം ഉണ്ട് എന്നുള്ള ഉറപ്പില്ല. മരിക്കുന്ന ഉറപ്പാണ്. പക്ഷെ മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കണ്ടേ? മുഅ്മിനായിട്ട് മരിക്കാൻ പൂതിയുണ്ടോ? എങ്കിൽ നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ശത്രു ആരാണ്? ഇബ്ലീസാണ്. അത് നല്ലോണം പഠിച്ചു വെക്കുക. ഇത് പ്രാർത്ഥന പഠിച്ചോളി. ഈ പ്രാർത്ഥന പഠിച്ചോ, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന പഠിച്ചോളി. ഏതെങ്കിലും ഒന്ന് പഠിച്ചോളി, രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശൈത്താനിന്റെ ഷെറുകളിൽ നിന്നും നമുക്ക്, നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ശാരീരികമായ രോഗാവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബിന് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം
وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.